ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ബാസൂക്കയുടെ പ്രീ റിലീസ് ടീസർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ പ്രീ റിലീസ് ടീസർ ഇറങ്ങി. സിനിമ ഇറങ്ങാൻ വെറും 24 മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ 1 മിനിറ്റും 12 സെക്കൻഡും ദൈർഘ്യമുള്ള ഈ ഒരു ടീസർ തരുന്ന പ്രതീക്ഷ വലുതാണ് എന്ന് തന്നെ പറയാം. സിനിമയുടെ പ്രൊമോഷനെ ചൊല്ലി വലിയ രീതിയിൽ തർക്കമൊന്നുമില്ല. വളരെ മോശമായിട്ടുള്ള പ്രൊമോഷനാണെന്ന് എല്ലാവർക്കും അറിയാം. തിയേറ്റർ കൗണ്ടുകൾ കുറവാണെന്നറിയാം. പക്ഷേ സിനിമയുടെ പ്രീ റിലീസ് ടീസർ എത്തിക്കഴിയുമ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാവുകയാണ്. ബാക്കി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും സിനിമ ഒരു ഗംഭീര പടം തന്നെയായിരിക്കും. അണിയറയിൽ നിന്ന് ലഭിക്കുന്നതും അതേപോലെ തന്നെ പലപ്പോഴും ഈ സിനിമയുടെ റഷസൊക്കെ കണ്ടവരുമൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. പ്രീ റിലീസ് ടീസർ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പഞ്ച്, ഒരു ഒന്നൊന്നര പഞ്ച് എന്ന് തന്നെ പറയാം. അതായത് മമ്മൂക്കയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിഷ്നെസ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭംഗി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പൗരുഷം, അതേപോലെ അഭിനയം, ഇതെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും മമ്മൂട്ടി എന്ന നടനെ യൂട്ടിലൈസ് ചെയ്യാൻ മലയാള സിനിമയ്ക്ക് കഴിയാറില്ല. വല്ലപ്പോഴും വിരലിൽ വീണ് കിട്ടുന്ന അത്ര അവസരങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇക്കുറി അങ്ങനെയല്ല. ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു പടം തന്നെയായിരിക്കും. വ്യത്യസ്തത പുലർത്തുന്ന, നമ്മൾ ഈ പറഞ്ഞ പോലെ പല സീരീസുകളും ഇംഗ്ലീഷ് സിനിമകളുമൊക്കെ കാണുമ്പോൾ എന്ത് ഫീലാണോ കിട്ടുന്ന ആ റേഞ്ചിലുള്ള, കാരണം ഇത് ഒരു വ്യക്തിയുടെ വലിയ മോഹം തന്നെയായിരുന്നു. വേറെ ഒന്നുമല്ല, ഡീൻ ഡെന്നീസിൻ്റെ 5 വർഷത്തോളം, 5ന് മുകളിലുള്ള വർഷങ്ങളിൽ അദ്ദേഹം ഇതിന് പിന്നാലെ നടന്ന് ഈ ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിന് ക്വാളിറ്റി അമ്മാതിരി തന്നെയുണ്ട്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ ഗംഭീരമാക്കുന്ന പടം തന്നെയായിരിക്കുമെന്നറിയാം. കാരണം മലയാളത്തിലെ സാധാരണ കാണുന്ന ക്ലീഷേ സിനിമകളിൽ നിന്ന് വ്യത്യാസം, പലപ്പോഴും വമ്പൻ സിനിമയെന്ന് വന്ന് കോട്ടും ചാക്കും ഇടിപ്പിച്ച് നടത്തി എന്തോ തോന്നിപ്പിക്കുന്ന സിനിമകൾ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തത പുലർത്തി ഒരു ക്വാളിറ്റി സ്റ്റഫ്, ഇങ്ങനെ മലയാളത്തിൽ വരുന്ന ആദ്യത്തെ സിനിമ തന്നെയായിരിക്കും ബസൂക്ക. ഒരു വമ്പൻ വിജയമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഈ ഒരു ടീസർ നൽകുന്ന ഒരു പ്രതീക്ഷയും അത് തന്നെയാണ്. ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നും. ആ ലെവലിൽ തന്നെയുള്ള സംഭവമാണ്. എങ്ങും ഒന്നും തന്നെ പറയാനില്ല. അമ്മാതിരി സ്റ്റൈലിഷ് ആക്ഷൻ എൻ്റർടൈനർ എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിൽ പല വാർത്തകളും നമ്മൾ കേട്ടിരുന്നു. ഇതിനകത്തിൽ ആരെയും കൊല്ലയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തത പുലർത്തുന്ന സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ആ തിയേറ്ററിൽ 2.5 മണിക്കൂർ മുഴുകിയിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതേപോലെ സാധാരണ നമ്മൾ നേരത്തെ കണ്ട സിനിമകൾ പോലെ ഉള്ളതായിരിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. എന്തായാലും ടീസർ നൽകുന്ന സൂചനയിൽ നമുക്കൊരു കാര്യം ലഭിക്കുകയാണ്. ഇത് ആളിക്കത്തും, ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കും, ഒരു വമ്പൻ ഹിറ്റുമായി മാറും. അതുപോലെ തന്നെ ഒരു 100 കോടി ഷുവർ ഷോട്ട് എന്ന് തന്നെ പറയാവുന്ന ചിത്രവുമാണ്. മമ്മൂട്ടി ആരാധകർക്ക് ഈ കുറി ആഘോഷിക്കാം. കഴിഞ്ഞ സിനിമയ്ക്ക് പ്രൊമോഷൻ കുറവായിരുന്നു, നല്ല സിനിമയായിരുന്നു. പക്ഷേ ആരാധകർ പോലും അതിനകത്തിൽ കണ്ടില്ല ഡൊമിനിക് എന്നുള്ള ആ ഒരു സിനിമ. ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ മാറി മറിയും.